അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 121. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അർളി വമാ ത്വഹാഹാ. സ്വദഖല്ലാഹു മൗലാനൽ അളീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ നാം ഓതിവെച്ച വൽ അർളി വമാ ത്വഹാഹാ എന്നതിൻ്റെ ചെറിയ ഒരു വിശദീകരണവും കൂടെ ഇന്ന് പറയാമെന്ന് പറഞ്ഞതാണ്. ഭൂമിയും അതിൻ്റെ വിസ്തൃതിയും സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ, ഭൂമിയും അതിൻ്റെ പരപ്പും സാക്ഷിയാണെന്ന് പറയുമ്പോൾ ഭൂമിയെക്കുറിച്ചൊരു ചെറിയ ചിത്രം കിട്ടേണ്ടതുണ്ട്. സൗരയൂഥത്തിൽ ഇന്നറിയപ്പെടുന്ന ഉറപ്പായും ജീവി സാന്നിധ്യമുള്ള ഒരേ ഒരു ഗ്രഹമാണ് ഭൂമി. മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യനിൽ നിന്ന് കൃത്യമായ ഒരകലത്തിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 15 കോടി കിലോമീറ്റർ. ഇത് നാം നേരത്തെ പറഞ്ഞതാണ് സൂര്യനെക്കുറിച്ച് പറയുമ്പോൾ. മറ്റു ഗ്രഹങ്ങൾ സൂര്യന് ഏറ്റവും അടുത്തോ അല്ലെങ്കിൽ ബഹുദൂരം അകലെയോ ആണ്. ഏകദേശം 4.5 ബില്യൺ വർഷമെങ്കിലും ഈ ഭൂഗോളത്തിന് പ്രായം കണക്കാക്കപ്പെടുന്നു എന്ന് അറിയുമ്പോഴല്ലേ നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഭൂമി ഒരു ജലഗ്രഹമാണെന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് കാണണമെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ വീക്ഷിക്കുന്ന ബഹിരാകാശ യാത്രികർക്കേ സാധിക്കൂ. ഭൂമിയിൽ ജീവസാന്നിധ്യം ഉറപ്പാക്കുന്ന ഏറ്റവും വലിയ ഘടകം അതിൻ്റെ അറ്റ്മോസ്ഫിയറാണ്, അഥവാ അത്ഭുതകരമായ അതിൻ്റെ അന്തരീക്ഷം എന്ന സംവിധാനം. ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ, തൊട്ടു താഴെ തെർമോസ്ഫിയർ, അതിനു താഴെ അയണോസ്ഫിയർ, അതിനും താഴെ മീസോസ്ഫിയർ, അതിൻ്റെ ശേഷം ഓസോൺ പാളി, അതിൻ്റെ ചുവട്ടിൽ സ്ട്രോറ്റോസ്ഫിയർ, ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ എന്നീ പാളികളായി ഏകദേശം 100 കണക്കിന് കിലോമീറ്റർ മുകളിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന വലിയ ഒരു സംവിധാനമാണ് അന്തരീക്ഷം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളാണ് നമ്മൾ ഈ കേട്ടത്. ഇതിൽ ഓസോൺ പാളി ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികൾ ഓസോൺ പാളികളിൽ പതിക്കുമ്പോൾ അവിടെ പ്രകാശരാസപ്രവർത്തനം നടക്കും. ഇവിടെ വെച്ച് ഈ സൗര അൾട്രാവയലറ്റ് കിരണങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയും ഭൂമിയിൽ പതിക്കാതെ തടയപ്പെടുകയും ചെയ്യുന്നു. അതുവഴി മനുഷ്യനും സസ്യങ്ങൾക്കും മറ്റു ജീവജാലങ്ങൾക്കും സുരക്ഷിതമായി ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നു. അതല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ വരുത്തുമായിരുന്നു ഈ അൾട്രാവയലറ്റ് രശ്മികൾ. ഇവിടെയാണ് നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞത് കാണാം, വജഅൽന സമാഅ സഖ്ഫൻ മഹ്ഫൂദ. മുകൾ ഭാഗത്ത് നാം സുരക്ഷിതമായ ഒരു തട്ടൊരുക്കി വച്ചിരിക്കുന്നു. വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ. പക്ഷേ അവർ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട് അവർ തിരിഞ്ഞു കളയുകയാണ്, അവരന്തം വിടുകയാണ്, അവരതേക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറല്ല ജനങ്ങൾ എന്ന്. എന്താണ് ഈ സഖ്ഫൻ മഹ്ഫൂദ, സുരക്ഷിത തട്ട് എന്ന് പറഞ്ഞാൽ? അന്തരീക്ഷത്തിൻ്റെ ഈ അത്ഭുതകരമായ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്, അന്തരീക്ഷം വഴി നമുക്കുറപ്പിച്ച ആ സംരക്ഷണത്തെക്കുറിച്ചാണ്, സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കേട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഭൂമിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ അത്ഭുതമാണ് ഭൂമിയുടെ കറക്കത്തിൻ്റെ വേഗത. നമ്മൾ പറഞ്ഞല്ലോ 15 കോടി കിലോമീറ്റർ അകലെയാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും അകലെ നിന്ന് സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ഭൂമിയിലെ ഒരു വർഷം 365 ദിവസം. ഇത് അകലം കൂടുമ്പോൾ പ്രദക്ഷിണത്തിൻ്റെ സമയം കൂടും എന്ന് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ.
കഅബയുടെ തൊട്ടടുത്ത് നിന്ന് കഅബയെ വലം വെക്കാൻ കുറച്ച് സമയം മതിയാകും. പക്ഷേ അകലം കൂടുന്നതനുസരിച്ച് തിരക്കുള്ള സമയങ്ങളിൽ അതിൻ്റെ സമയം മണിക്കൂറുകളായി വർദ്ധിക്കും. അപ്പോൾ ഇത്രയും കിലോമീറ്റർ, 15 കോടി കിലോമീറ്റർ ഇപ്പുറത്ത് നിന്ന്, അതും 10 ലക്ഷം ഭൂമിയെ ഒരുമിച്ച് കൊണ്ടുപോയി വെക്കാൻ മാത്രം വിശാലമായ സൂര്യൻ. അപ്പോൾ എത്രയാണ് സൂര്യൻ്റെ വലിപ്പം? അതിനെ വലം ചെയ്യാൻ കേവലം 365 ദിവസം മതിയോ എന്ന സംശയം തോന്നിയേക്കാം. പക്ഷേ കാര്യത്തിൻ്റെ നിജസ്ഥിതി, ഇതിൻ്റെ യഥാർത്ഥ കഥയറിയുമ്പോൾ ഈ സംശയം നമ്മുടെ മുമ്പിൽ ഒരു മഹാത്ഭുതമായി സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ വിളിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്കെത്തും. എന്താ കാരണം? ഒരു മണിക്കൂറിൽ 1,80,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൽ, ഇന്നും നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 7ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൽ വേഗത്തിൻ്റെ കണക്ക് എന്ന അധ്യായത്തിൽ പറയുന്നത് 1,00,000 കിലോമീറ്റർ എന്നാണ്. ഏറ്റവും ലേറ്റസ്റ്റ് പാഠം ഇതാണ്. നമ്മളെ മക്കളടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠം ഇതാണ്. 1,00,000 കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വാഹനം പോവട്ടെ, നാം പുറത്തു നിന്ന് വീക്ഷിക്കുക. റോഡരികിൽ നിന്ന് റോട്ടിലൂടെ സഞ്ചരിക്കുന്ന 60, 70, 80 സ്പീഡുള്ള വാഹനങ്ങൾ, അത് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? കേവലം ഒരു ഏറ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണുന്നത്, എടുത്തെറിയപ്പെടുന്നത് പോലെ തോന്നുകയാണ്. എങ്കിൽ അവ ഓടുന്നത് മണിക്കൂറിൽ 70, 80 കിലോമീറ്റർ സ്പീഡിലാണെങ്കിൽ ഈ ഭൂമിയാകുന്ന വാഹനം നമ്മളെയും വഹിച്ചോടുന്നത് ഒരു മണിക്കൂറിൽ 1,00,000 കിലോമീറ്റർ സ്പീഡിലാണ്. എന്നിട്ടും ഒരു ചെറിയ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു കാറിൽ യാത്ര ചെയ്യുന്ന ജർക്കിംഗ് പോലും നമ്മൾ അനുഭവിക്കുന്നില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടാത്തത്? ഒരു ചെറിയ ജർക്കിംഗ് പോലും അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് നാം അത്ഭുതപ്പെടേണ്ടത്. അല്ലാഹു തആല സൂറത്തുൻ നംലിന്റെ 88-ാമത്തെ ആയത്തിൽ പറയുന്നു, വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ, പർവ്വതങ്ങളെ നബിയെ തങ്ങൾക്ക് കാണാം, തഹ്സബുഹാ ജാമിദ, ആ പർവ്വതങ്ങൾ അനങ്ങാതെ ഉറച്ചു നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് അനക്കമില്ലാതെ ഉറച്ചു നിൽക്കുകയല്ല. വഹിയ തമുറു മർറ സഹാബ്, സത്യത്തില് മേഘം ഓടുന്നത് പോലെ അത് ഓടുന്നുണ്ട്. മേഘം സഞ്ചരിക്കുന്നത് കാറ്റിലാണ്. അപ്പൊ കാറ്റിന്റെ സഞ്ചാരത്തിനനുസരിച്ച് മേഘം സഞ്ചരിക്കുന്നു എന്നതുപോലെ ഭൂമി കറങ്ങുന്നതിനനുസരിച്ച് ഭൂമുഖത്തുള്ള പർവ്വതങ്ങളും ഓടുന്നുണ്ട്. പർവ്വതമല്ല സഞ്ചരിക്കുന്നത്, ഭൂമിയാണ്. ഇതുപോലെ മേഘമല്ല സഞ്ചരിക്കുന്നത്, കാറ്റാണ്. കാറ്റിൽ മേഘം സഞ്ചരിക്കുന്നു എന്നതുപോലെയാണ് ഇവിടെ പർവ്വതങ്ങൾ, ഭൂമിയുടെ സഞ്ചാരത്തിനനുസരിച്ച് പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നു. അപ്പൊ ശരിക്ക് അതിവേഗത്തിലാണ് ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് ഒരു ചെറിയ ജർക്കിംഗ് പോലും നമുക്ക് അനുഭവപ്പെടുന്നില്ല? അത് അള്ളാഹുവിന്റെ വേലയാണ്. അല്ലദീ അത്ഖന കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും സുദൃഢമായി സൃഷ്ടിച്ച റബ്ബ് അത് ഉറപ്പിച്ച് സൃഷ്ടിച്ചു. നമ്മളൊന്നും അറിയുന്നില്ല. നമ്മുടെ ജീവിതം പ്രയാസപ്പെടാതിരിക്കാൻ അള്ളാഹു വേണ്ടതൊക്കെ ചെയ്തു തന്നു. എങ്കിൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ ഒരുക്കി ഈ ഭൂമുഖത്ത് നമ്മെ ജീവിപ്പിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു അവസാനം താക്കീത് നൽകുകയാണ്. ഇന്നഹു ഖബീറും ബിമാ തഅമലൂൻ, ഈ പടച്ച റബ്ബ് നിങ്ങൾ ബിമാ തഫ്അലൂൻ, ഇന്നഹു ഖബീറും ബിമാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്തു കൂട്ടുന്ന, നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന, നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അവൻ കൃത്യമായി അറിയുന്നുണ്ട് കേട്ടോ എന്ന്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു പോകില്ലേ നമ്മൾ? ഇവിടെയാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടത്. അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് മനസ്സിലാക്കുന്നവരിൽ നമ്മെ അവൻ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.